ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ പച്ച മാങ്ങ വെച്ചിട്ടുള്ള ഒരു വിഭവമാണ് തയ്യാറാക്കുന്നത്. മാങ്ങയൊക്കെ ഇപ്പം ധാരാളമായിട്ട് അവൈലബിൾ ആയിട്ടുള്ള സമയമാണ്. ഈ സമയത്ത് വെക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. പച്ചമാങ്ങ ഉപയോഗിച്ചിട്ടുള്ള ഒരു പച്ചടിയാണ് ഞാനിന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ പച്ചടി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പച്ചമാങ്ങയാണ്. ഈ പച്ചമാങ്ങ ഞാനിവിടെ നന്നായിട്ട് കഴുകിയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഈ മാങ്ങയുടെ തൊലിയൊന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കണം. മാങ്ങയുടെ തൊലിയെല്ലാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ മാങ്ങ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കേണ്ടതുണ്ട്. ഞാനിതാ ഇവിടെ മാങ്ങയൊക്കെ നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ അരിഞ്ഞെടുക്കുന്നതിന് പകരമായിട്ട് നമുക്ക് ഉപ്പേരിക്കൊക്കെ ഗ്രേറ്റ് ചെയ്യുന്നത് പോലെ ഗ്രേറ്റ് എടുത്താലും മതി. ഇനി നമുക്ക് ഈ പച്ചടി തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 3 പച്ചമുളകും 3 വറ്റൽമുളകും 1 ടീസ്പൂൺ കടുകും എടുത്തിട്ടുണ്ട്. കടുക് നമുക്ക് തേങ്ങയിൽ അരച്ചെടുക്കാനുള്ളതാണ്, കടുകും പച്ചമുളകും. ഇനി ഞാൻ ഇവിടെ മൺചട്ടി വെച്ചിട്ടുണ്ട്. ആ മൺചട്ടിയിലേക്ക് ഞാനിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയുടെ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് വേവിച്ചെടുക്കാം. ഞാൻ ഇതിലേക്കൊരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ മാങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് മാങ്ങ പച്ചടിയിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പൊന്ന് ശരിയാക്കി എടുക്കാം. 1/4 കപ്പ് തേങ്ങ ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 3 പച്ചമുളകും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങയോടൊപ്പം തന്നെ നമുക്ക് ഈ പച്ചമുളകും ചേർത്ത് അരയ്ക്കണം. ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് 4 ടേബിൾ സ്പൂൺ തൈരാണ്. മാങ്ങയ്ക്ക് നല്ല പുളി ഉള്ളത് കൊണ്ട് തന്നെ തൈരിൻ്റെ അളവ് കുറച്ചതാണ്. ഈ തൈര് ചേർത്താണ് നമ്മൾ ഈ തേങ്ങ അരയ്ക്കുന്നത്. ഇപ്പോൾ തേങ്ങ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് കൂടി ചേർത്ത് ഒന്ന് ചതച്ചെടുക്കേണ്ടതുണ്ട്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. കടുക് കൂടുതൽ അരഞ്ഞു പോകാൻ പാടില്ല. കാരണം കടുക് അരഞ്ഞു പോകുമ്പോൾ നമ്മുടെ പച്ചടിക്ക് കയ്പ്പ് വരും. അതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ചതച്ചെടുക്കേണ്ട ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. മാങ്ങയിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാങ്ങ ഹാഫ് കുക്ക്ഡ് ആയാൽ മതി, ഓവർ കുക്കായി പോകരുത്. ഓവർ കുക്കായി പോയാൽ നമ്മുടെ പച്ചടിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് മാങ്ങയും അതുപോലെ തന്നെ ഈ അരപ്പും ചേർത്ത് നന്നാക്കി തന്നെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിത് അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം തൈര് ഒഴിച്ചത് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ പച്ചടിയൊക്കെ ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് വറവ് താളിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു ചീനച്ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ വറ്റൽമുളകും ചേർക്കാം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തിട്ട് വയ്ക്കാം. ഇപ്പോൾ ഞാൻ കറിവേപ്പിലയൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ 3 വറ്റൽമുളക് ഇവിടെ പൊട്ടിച്ചിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നാക്കി നമുക്കിത് മൂപ്പിച്ചെടുക്കാം. ഈ വറവ് നമുക്കിനി നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അതുപോലെ തന്നെ മാങ്ങയൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെയുള്ള പച്ചടിയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. കമൻ്റൊക്കെ അറിയിക്കാം. ഇനി നമുക്ക് വറവ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വറവ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ മാങ്ങയൊക്കെ ധാരാളമായി കിട്ടുന്ന സമയമാണ്. അപ്പോൾ സദ്യയുടെ കൂടെയൊക്കെ ഇതുപോലെയുള്ള മാങ്ങ പച്ചടിയൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ മാങ്ങ പച്ചടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടെന്ന് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്